സംസ്കൃതിയുടെ UGC നെറ്റ് കൊമേഴ്സ് ലൈവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതില് അസേർഷനും റീസണും തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് അസേർഷൻ എന്ന് പറയുന്നത് എയും റീസൺ എന്ന് പറയുന്നത് ആറുമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ എയും ആറും കറക്റ്റ് ആണോ, അതുപോലെ തന്നിട്ടുള്ള അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ആറെന്നാണ് നമുക്ക് അതിന് തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ കാണാറുണ്ട്. ഇപ്പൊ BSc-യിലായാലും ഇപ്പൊ നെറ്റിലായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാണുന്നുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പൊ അസേർഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആ അസേർഷനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റീസൺ ആയിരിക്കും താഴെ തന്നിട്ടുണ്ടായിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണോ എന്നും ആ ഫസ്റ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അസേർഷന്റെ ശരിക്കായിട്ടുള്ള റീസൺ തന്നെയാണോ എക്സ്പ്ലനേഷൻ തന്നെയാണോ താഴെ തന്നിട്ടുള്ള റീസൺ എന്നും നമുക്ക് മനസ്സിലാവണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കാരണം അസേർഷന്റെയും റീസൺസിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസേർഷൻ എന്ന് പറയുന്നത് ഇതാണ്: ബൈ റിമൂവിംഗ് ബാരിയേഴ്സ് ബിറ്റ്വീൻ നാഷണൽ മാർക്കറ്റ്സ് ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് കോമ്പറ്റീഷൻ ഡ്യൂ ടു ബിഗ്ഗർ ട്രേഡിംഗ് ഏരിയ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണത്. അതായത് ബാരിയേഴ്സ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നല്ല രീതിയിലുള്ള ട്രേഡ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും, അതായത് ടാരിഫുകളും ക്വാട്ടാസും മറ്റ് പ്രിഫറൻസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത് ഒഴിവാക്കുന്നതിലൂടെ ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ആകുമെന്നാണ് പറയുന്നത്. ആ ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിലേക്ക് വഴിതെളിക്കും? കോമ്പറ്റീഷനിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കോമ്പറ്റീഷനിലേക്ക്, കാരണം ബിഗ്ഗർ ട്രേഡിംഗ് ഏരിയ ആവും, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഫസ്റ്റ് അസേർഷൻ പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. റീസൺ എന്ന് പറയുന്നത്, റീസന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം: ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു ക്ലോഷർ ഓഫ് ലോക്കൽ ഇൻഡസ്ട്രി ആൻഡ് ഹാം ഡൊമസ്റ്റിക് കൺസംഷൻ. കോമ്പറ്റീഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ഇൻഡസ്ട്രീസിനെ, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രീസിലുള്ള ഇൻഡസ്ട്രീസ് അടച്ചു പൂട്ടുന്നതിലേക്ക് അത് കാരണമാവുകയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൺസംഷന് അത് ഹാമായിട്ട്, ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കോമ്പറ്റീഷൻ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ഫസ്റ്റ് അസേർഷൻ പറഞ്ഞിട്ടുള്ളത് നാഷണൽ മാർക്കറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള നാഷണൽ മാർക്കറ്റ്സിന്റെ എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും റിമൂവ് ചെയ്യുന്നത് ട്രേഡിംഗ് ബ്ലോക്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി വലിയ രീതിയിലുള്ള കോമ്പറ്റീഷനിലേക്ക് അത് വഴിതെളിക്കും എന്നാണ് ഫസ്റ്റ് അസേർഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ കോമ്പറ്റീഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് കൺസംഷനും ലോക്കൽ ഇൻഡസ്ട്രീസിനും ഹാനികരമായി ഇൻവേഴ്സ്ലി അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോവുകയും ഡൊമസ്റ്റിക് കൺസംഷൻ തന്നെ വലിയ രീതിയിൽ തകരാറാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഇത്തരത്തില് ബാരിയേഴ്സ്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിലെ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സുകൾക്ക് വലിയ രീതിയിലുള്ള ഈസി ആയിട്ട് ട്രേഡ് നടത്താനായിട്ട് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയനാണ് ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഇന്റർ ഗവൺമെന്റൽ അഗ്രിമെന്റ് ആണ്. എല്ലാ തരത്തിലുള്ള ബാരിയേഴ്സും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് ഏരിയ ആണ് ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലായോ? ഓക്കെ മാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഇതിലെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ, ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, അതുപോലെ തന്നെ ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ്, പക്ഷേ ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. എ ശരിയാണ്, ആറ് തെറ്റാണ് എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? എ ഇസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. എ ശരിയല്ല, ആറ് ശരിയാണെന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നും രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് തോന്നും. കാരണം വലിയ രീതിയിലുള്ള പ്രശ്നത്തിനുള്ള ഒന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആറെന്ന് നമുക്ക് തോന്നാം. പക്ഷേ കാരണം പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ശരിയാണ്, എ കറക്റ്റ് ആണ്, അത് കാര്യം ഉറപ്പാണല്ലോ.
ഈ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനും പാട്ടായിട്ട് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രേഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റ് ആകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസ്, ലോക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസംഷനെ അത് ഹാം ചെയ്യുന്നുണ്ടോ കോമ്പറ്റീഷൻസ്? ഇല്ല. ഇങ്ങനെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് ഒരു തരത്തിലും ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും നമുക്കിത് ജനറലി ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ലോക്കൽ ഇൻഡസ്ട്രീസ് മൊത്തത്തിൽ പൂട്ടിപ്പോകുന്നതിനോ ഡൊമസ്റ്റിക് കൺസംഷനെ അത് ഹാം ചെയ്യുന്നില്ല. ചെറിയ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട്, പക്ഷെ നമുക്കത് ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല, അല്ലെ? അതെ, അതാണ്. അപ്പൊ അതാണ് ആൻസർ. എ ശരിയാണ്, 6 ശരിയല്ല. ഓപ്ഷൻ 3, മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറുകൾ പറഞ്ഞോ, നമുക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ശരിയാക്കാം. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. അതായത് എ ഇസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. നമുക്ക് ഒരിക്കലും ആ റീസണുള്ള സ്റ്റേറ്റ്മെന്റ് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൺസ്യൂമേഴ്സിനാണിത് നല്ല രീതിയിൽ വരുന്നത് അല്ലെ. നല്ല നല്ല പ്രൊഡക്ട്സുകൾ കിട്ടുന്നതിന്, ഒരുപാട് പ്രൊഡക്ട്സുകൾ ലെസ് കോസ്റ്റിൽ അവൈലബിൾ ആക്കുന്നതിന് കോമ്പറ്റീഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണത്. റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ is an attempt to achieve economic gains from the free flow of trade and investment between the countries. ഓൾറെഡി നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തിൽ നിന്ന് ഗെയിൻസ് കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്? ട്രേഡും ഇൻവെസ്റ്റ്മെന്റും വഴി ഇക്കണോമിക് ഗെയിൻസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻസ് നടന്നു പോകുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് നാഫ്ത എന്ന് പറയുന്നത്. വൺ സച്ച് അസോസിയേഷൻ ഈസ് നാഫ്ത. എന്താ നാഫ്തയുടെ ഫുൾ ഫോം? നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് 1994. അതെ, ഓക്കെ. അപ്പൊ ഈ നാഫ്ത കംപ്രൈസസ് ഓഫ് ഫോളോയിങ് കൺട്രീസ്. ഏതൊക്കെ കൺട്രീസ് ആണ് നാഫ്തയിൽ വരുന്നത്? USA, കാനഡ, മെക്സിക്കോ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അല്ലെ? ശരിയാണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ശരി. ഇപ്പോഴത്തെ നാഫ്തയുടെ പേരെന്താ? അല്ല, കാനഡ മെക്സിക്കോ അഗ്രിമെന്റ്. US മെക്സിക്കോ കാനഡ അഗ്രിമെന്റ്, USMCA. US കഴിഞ്ഞിട്ട് മെക്സിക്കോ ആണ് കേട്ടോ, കാനഡ അല്ല. ഓക്കെ, പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള US, കാനഡ, മെക്സിക്കോ ആണ് ആൻസർ. ഓൾറെഡി നമുക്ക് അറിയാം നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് 94 നിലവിൽ വന്നു. US, മെക്സിക്കോ, കാനഡയാണ് അതിലെ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ആ 2 ലിസ്റ്റുകൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ലിസ്റ്റ് കാണിക്കുന്നത് ഇതൊക്കെയാണ്. ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഉണ്ട്, പേഴ്സണൽ ഇന്റഗ്രേഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ട് ഫസ്റ്റ് ലിസ്റ്റിൽ. അപ്പൊ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഇൻഡെക്സുകളാണ് കേട്ടോ. അപ്പൊ AT കെർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോബലൈസേഷൻ ഫേമിന്റെ ഗ്ലോബലൈസേഷനെ പറ്റിയുള്ള ഇൻഡെക്സുകളാണ് ഈ 4 പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തരാം എന്താണ്. അപ്പൊ നമ്മൾ ഗ്ലോബലൈസേഷനിൽ എടുക്കേണ്ടിയിരുന്ന ടോപ്പിക് ആയിരുന്നു, ഞാനത് പറഞ്ഞു തരാം. ഇനി വാരിയബിൾസ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാരിയബിൾസ് ആണ് രണ്ടാമത്തെ ലിസ്റ്റിൽ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ ടൂറിസം ആൻഡ് ട്രാവൽ ഉണ്ട്, ഇന്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രീറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 തമ്മിൽ മാച്ച് ചെയ്യണം. അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് 4 താഴെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മാച്ച് ഉള്ളത് കണ്ടുപിടിക്കാം. അതിനു മുന്നേ ഞാൻ പറഞ്ഞുതരാം എന്താണ് AT കിർണിയുടെ ഗ്ലോബലൈസേഷൻ ഇൻഡെക്സ്. ഗ്ലോബലൈസേഷന്റെ കുറച്ച് ഇൻഡെക്സുകൾ ഒരു AT കിർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ ഫേം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഈ AT കിർണി ഗ്ലോബലൈസേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് 12 വാരിയബിൾസിനെ 4 കമ്പോണൻസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് 4 ബാസ്ക്കറ്റുകളിൽ ഈ 12 വാരിയബിൾസിനെ പുട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ 4 കമ്പോണൻസ്, 4 കീ കമ്പോണൻസ് ആയിട്ടാണ് ഈ ഇൻഡെക്സുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 4 കീ കമ്പോണൻസുകളാണ് ഗ്ലോബൽ ഇന്റഗ്രേഷന് ആവശ്യമാണ് എന്ന് AT കിർണി അഭിപ്രായപ്പെടുന്നത്. ഈ ഗ്ലോബലൈസേഷൻ ഇൻഡെക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ 4 ഇൻഡെക്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് 4 ഇൻഡെക്സുകളാണ് ABCD എന്ന് പറഞ്ഞിട്ടുള്ള. എക്കണോമിക് ഇന്റഗ്രേഷൻ ഉണ്ട്, പേഴ്സണൽ ഇന്റഗ്രേഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ മാച്ച് ചെയ്യാന്ന് ഒന്ന് നോക്കി നോക്കിയേ, പറ്റുന്നുണ്ടോന്ന്. ഇക്കണോമിക് ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള രാജ്യത്തിലേക്കൊക്കെ യാത്ര ചെയ്യാം, ട്രാവൽ ചെയ്യാം. അതായത് സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ പല അബ്രോഡ് കൺട്രീസിലൊക്കെ പോയി പഠിക്കാം എന്നുള്ളതിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പേഴ്സണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷനിൽ വരുന്നത് ടെക്നോളജിക്കലി അതായത് ഡിജിറ്റലി ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനിലും
ഇന്റർനെറ്റ് യൂസേജിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സും ഇല്ലാതെ ട്രേഡ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ്, ഒരു ഇൻഡെക്സ് ആണ് ടെക്നോളജിക്കൽ ഇന്റഗ്രേഷനിൽ വരുന്നത്. പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പാർട്ടിസിപ്പേഷൻ ആണ്. പൊളിറ്റിക്കലി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെയും ഒക്കെ പാർട്ടായിട്ട് വരുന്ന ഇൻഡെക്സ് ആണ് പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലിസ്റ്റും ഈ രണ്ടാമത്തെ ലിസ്റ്റും ഏതൊക്കെയായിരിക്കും മാച്ച് ആവുന്നുണ്ടാവുക? സെക്കൻഡ് ഓപ്ഷൻ ആണോ മാം? സെക്കൻഡ് ഓപ്ഷൻ ഏതാണ്? A3 ഇക്കണോമിക് ഇന്റഗ്രേഷൻ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, പേഴ്സണൽ ഇന്റഗ്രേഷൻ, ഇന്റർനാഷണൽ ടൂറിസം ആൻഡ് ട്രാവല്. C2 ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ, ഇന്റർനെറ്റ് യൂസേഴ്സ്. D4 പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ. ശരിയാ. ഇക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്താണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഇനി ബി പേഴ്സണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു. പേഴ്സണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രാജ്യങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബോർഡറിൽ ലിമിറ്റേഷനും ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നതായതുകൊണ്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇന്റർനാഷണൽ ടൂറിസം ആൻഡ് ട്രാവൽ. പിന്നെ ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ഇന്റർനെറ്റ് യൂസേജും അതുപോലെ തന്നെ ടെലിഫോൺ ട്രാഫിക് ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഇൻഡെക്സ് ആയിരുന്നു ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇന്റർനെറ്റ് യൂസേഴ്സ്. പിന്നെ പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ട്രീറ്റീസ് ആയിട്ട് എഗ്രിമെന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇറ്റ് ഈസ് റെറ്റിഫിക്കേഷൻ ആൻഡ് മൾട്ടിലാറ്ററൽ treaties. Okay, അപ്പൊ ഞാൻ ഈ ഇൻഡെക്സിനെ പറ്റി പറഞ്ഞുതരാം. ദ ഇൻഡെക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആനുവലി by A.T. Kearney, a management consulting firm in collaboration with the Carney's Endowment for International Peace Foreign Policy Magazine. അപ്പൊ A.T. Kearney എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ പോളിസി മാഗസിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഈ ഇൻഡെക്സുകൾ എല്ലാ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് 12 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. 12 വേരിയബിൾസ് അല്ലെങ്കിൽ 12 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് 4 കാറ്റഗറീസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്കണോമിക് ഇന്റഗ്രേഷനും ട്രേഡ് ആൻഡ് FDI ഫ്ലോസ്, ടെക്നോളജിക്കൽ കണക്ടിവിറ്റി, നമ്പർ ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ്, ഇന്റർനെറ്റ് ഹോസ്റ്റ് ആൻഡ് സെക്യൂർ സെർവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 4 ബാസ്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഇക്കണോമിക് ഇന്റഗ്രേഷൻ, പേഴ്സണൽ ഇന്റഗ്രേഷൻ, ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, പല ഇയേഴ്സിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിച്ചു വെക്കാം.